ഹായ് ബിലവേഴ്സ്, ഒരു സർജറി കഴിഞ്ഞ് വിശ്രമിക്കുന്ന അമ്മയെ കാണാൻ വേണ്ടി അമ്മയുടെ മൂത്ത ചേച്ചിയും മകളും ഒരു ഉച്ചയൊക്കെ ആയപ്പോൾ കോട്ടയത്ത് നിന്ന് തറവാട്ട് വീട്ടിലെത്തി. അപ്പോൾ ഉച്ചയ്ക്ക് ഞങ്ങൾ എല്ലാവരും കൂടി അവിടെ ബിരിയാണിയൊക്കെ ഉണ്ടാക്കി അവിടെ കഴിച്ചു. വൈകിട്ട് ഞാൻ പോയി അവരെ എൻ്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. അമ്മയുടെ ചേച്ചി, അതായത് എൻ്റെ പേരമ്മ തന്നെയാണ് ജ്യോതിയുടെ അമ്മായി, ജ്യോതിയുടെ അമ്മയുടെ ആങ്ങളയുടെ ഭാര്യ. ഇനി ആ ബന്ധം എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾ തന്നെ കണ്ടുപിടിക്കുക. അപ്പോൾ ഇനി മുതൽ നമുക്ക് ഈ പേരമ്മയും അമ്മായും കൂടെ കൂട്ടിച്ചേർത്ത് നമുക്ക് പേരമ്മായി എന്ന് വിളിക്കാം. അപ്പോൾ പേരമ്മായിയുടെ മൂത്ത മകൾ മിനി ചേച്ചി ഭോപ്പാലില് സീനിയർ നഴ്സായിട്ട് ജോലി ചെയ്യുന്നു. അപ്പോൾ ഇവർ വീട്ടിലെത്തിയപ്പോൾ ഞാൻ ചോദിച്ചു, നിങ്ങൾ മെട്രോ ട്രെയിനിൽ യാത്ര ചെയ്തിട്ടുണ്ടോ എന്ന്. അപ്പോൾ രണ്ടുപേരും ഇല്ലെന്നായിരുന്നു മറുപടി പറഞ്ഞത്. പിന്നെ ഒട്ടും അമാന്തിച്ചില്ല, നേരെ വണ്ടിയെടുത്ത് തൃപ്പൂണിത്തുറ മെട്രോ സ്റ്റേഷനിലേക്ക് പോയി. അവിടെ നിന്ന് ഞങ്ങൾ 4 ഇളംകുളം വിത്ത് റിട്ടേൺ ടിക്കറ്റ് എടുത്തു. ഇളംകുളം ടിക്കറ്റ് എടുക്കാൻ കാരണം വൈറ്റില കഴിഞ്ഞിട്ട് അടുത്ത സ്റ്റേഷനാണ് ഇളംകുളം. അപ്പോൾ ഈ രാത്രിയിൽ മെട്രോയിൽ വൈറ്റില ആ ഓവർ ബ്രിഡ്ജും ആ ജംഗ്ഷനൊക്കെ താഴോട്ട് കാണുമ്പോൾ നല്ല രസമാണ് മെട്രോയിൽ പോകുമ്പോൾ. അപ്പോൾ അതുകൊണ്ടാണ് നേരെ ഇളംകുളത്ത് ടിക്കറ്റ് സ്കാൻ ചെയ്ത് പുറത്തിറങ്ങി അതേ ടിക്കറ്റ് സ്കാൻ ചെയ്ത് അപ്പം തന്നെ ചാടി അകത്ത് കയറി. വേറെ എങ്ങും പോയില്ല, നേരെ തിരിച്ച് തൃപ്പൂണിത്തുറയിലെത്തി. തൃപ്പൂണിത്തുറയിൽ ആ നൃത്യരൂപങ്ങളൊക്കെ കണ്ട് എൻജോയ് ചെയ്തു. അവരെന്തായാലും അവരുടെ ആദ്യത്തെ മെട്രോ റൈഡ് അവർ ശരിക്കും എൻജോയ് ചെയ്തെന്ന് പറഞ്ഞു, ഒത്തിരി ഇഷ്ടപ്പെട്ടു. നേരെ തിരിച്ചു വരുന്ന വഴി ഞങ്ങൾ ഒരു റെസ്റ്റോറൻറ്റിൽ കയറി ചിക്കൻ ഫ്രൈഡ് റൈസും ബോൺലെസ് കടായി ചിക്കനും കഴിച്ചു. പിന്നെ തിരിച്ച് വീട്ടിലെത്തി കുറച്ച് പഴംപുരാണങ്ങളും ചരിത്രമൊക്കെ പറഞ്ഞ് സംസാരിച്ച് സമയം കഴിച്ചു. പിറ്റേന്ന് കാലത്ത് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ഇടിയപ്പവും മുട്ടക്കറിയായിരുന്നു. പേരമായി നേരത്തെ തന്നെ കഴിച്ചു, കാരണം മരുന്ന് കഴിക്കാനുള്ളതുകൊണ്ട്. പിന്നെ അവരെയും കൂട്ടി തറവാട്ട് വീട്ടിൽ തിരിച്ചെത്തി. അച്ഛനോടും അമ്മയോടൊക്കെ യാത്ര പറഞ്ഞ് അവർ അപ്പോൾ കാലത്ത് തന്നെ തിരിച്ചു പോവുകയാണ്. വീടിനോട് തറവാട്ടിനോട് ചേർന്ന് തന്നെയാണ് അനിയനും കുടുംബവും താമസിക്കുന്നത്. അവരും അവിടെ തറവാട്ടിലേക്ക് എത്തി. ഇനി പേരമ്മായിയുടെ ഒരു ആഗ്രഹം കൂടെ സാധിക്കാനുണ്ട്, കുടുംബക്ഷേത്ര ദർശനം. ഞങ്ങളുടെ വീട് എന്ന് പറയുന്നത് ഈ കൊച്ചി ധനുഷ്കോടി നാഷണൽ ഹൈവേയോട് ചേർന്ന് തന്നെയാണ് തറവാട്. എന്നിട്ട് അവിടെ കുടുംബക്ഷേത്രത്തിൽ പോയി, മഴ ചാറുന്നുണ്ടായിരുന്നു. എന്തായാലും ആ ക്ഷേത്ര ദർശനവും നടത്തി. ഇനി അവരെ തിരിച്ച് തൃപ്പൂണിത്തുറയിൽ എത്തിക്കണം. ആദ്യം തൃപ്പൂണിത്തുറയിൽ നിന്ന് ട്രെയിനിൽ കോട്ടയത്തേക്ക് പോകാമെന്നായിരുന്നു പ്ലാൻ. പിന്നെ ആ സമയത്ത് ട്രെയിൻ ഇല്ലെന്ന് അറിഞ്ഞതുകൊണ്ട് പിന്നെ യാത്ര ഞങ്ങൾ ട്രെയിൻ മാറ്റി ബസ്സിൽ പോകാമെന്ന് സമ്മതിച്ചു. അപ്പോൾ തിരിച്ച് പോകുന്ന വഴി ഇത് ആദ്യം കാണുന്നത് ഞങ്ങളുടെ തറവാട്, ഇത് കൊച്ചച്ഛൻ്റെ വീട്, ഇതെൻ്റെ അനുജൻ്റെ വീട്. ഇനി ലക്ഷ്യം കോട്ടയം ബസ് കിട്ടുന്ന കിഴക്കേക്കോട്ട ബസ് സ്റ്റോപ്പ്. ചെന്ന് ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ കാലി അടിച്ച് അൽഫോൺസ ബസ് വന്ന് അവരെ കയറ്റി വിട്ടു. അപ്പോൾ അത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.